പല വഴിക്കും പലതിലേക്കും നയിക്കുന്നു. തൻ്റെ ദാഹമകറ്റാൻ പലതും പരീക്ഷിച്ച് ആകെ ഉണ്ടായിരുന്ന വീടും അതിൽ കൂട്ടായി ഉണ്ടായിരുന്നവരിൽ നിന്ന് ഒറ്റപ്പെട്ട് തെരുവിലായ ഇതാ ഒരു മനുഷ്യൻ. എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരുമോ? എനിക്ക് ദാഹിക്കുന്നു. മച്ചു, അതെ, നമ്മുടെ കയ്യിൽ നല്ല സെറ്റപ്പ് സാധനമുണ്ട്, എടുക്കട്ടെ? അതിനെന്റെ ദാഹം മാറ്റാൻ കഴിയുമോ? ഒക്കെ സെറ്റാക്കാം. ഹായ് മച്ചു, ഇതെങ്ങോട്ടാടാ? ആ പോയോ? നമ്മുടെ കസ്റ്റമേഴ്സാ. അയ്യോ എന്റെ മാല, കള്ളന്മാർ എന്റെ മാല കൊണ്ടുപോയേ. അയ്യോ എന്റെ മാല, കാലമാണമാരെ, നിനക്കൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. അയ്യോ എന്റെ മാല പോയേ. അയ്യോ. ഓ, നമ്മുടെ സ്റ്റഫിന്റെ ഒരു പവറേ. ആ ബായിയുടെ ദാഹമൊക്കെ സെറ്റാക്കാനുള്ള സ്റ്റഫ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ബായ്, പണം വേണം, പണം. എന്റെ കയ്യിൽ ഒന്നുമില്ല. ആ ഫസ്റ്റ് ഇന്ന് പോടപ്പാ. ഓരോ മാരണങ്ങൾ രാവിലെ മനുഷ്യനെ മെനക്കെടുത്ത് ഇറങ്ങിക്കോളും. വേറെ പണിയൊന്നുമില്ല. അതെ മച്ചു, നമ്മുടെ പിള്ളേര് തരുന്ന ക്ലാസ്സിൽ കയറിയിട്ടില്ലട്ടാ. അവർക്ക് ഇന്നലെ കൊടുത്ത സാധനം വേണോന്ന്. പണവുമായിട്ടാ പിള്ളേര് വന്നേക്കണത്. എന്തായി, സാധനം റെഡിയല്ലേ? പിന്നെ സാധനം റെഡിയാ മച്ചു, ഞാൻ ദാ എത്തി. നീ ആ പിള്ളേരെ സൈഡാക്ക്. എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. What happened, young man? എനിക്ക് ദാഹിക്കുന്നു. Why can't you take some drinks? ഞാൻ കുടിച്ചിട്ടും എന്റെ ദാഹം തീരുന്നില്ല. Wow, really appreciated. Very good. വളരെ നല്ലത്. പ്രൈമറി പോളിഡിപ്സിയ എന്നൊരു അവസ്ഥയാണിത്. ഇങ്ങനെയുള്ള പല സ്പീഷീസുകളെ മെസപ്പൊട്ടോമിയൻ മരുഭൂമിയിലും ആഫ്രിക്കൻ വനാന്തരങ്ങളിലും ആമസോൺ മഴദ്വീപുകളിലും ഞാൻ സുലഭമായി കണ്ടിട്ടുണ്ട്. നൈസ് ടു മീറ്റ് യു. കീപ് ഇറ്റ് അപ്പ് മൈ ബോയ്. എനിക്ക് ദാഹിക്കുന്നു. കഷ്ടം. തികച്ചും പൈശാചികവും അഴിമതി നിറഞ്ഞതുമായ ഒരു ഭരണത്തിന്റെ ബാക്കി പത്രമാണ് നമ്മുടെ ഈ സഹോദരന്റെ ദാഹമെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഈ നാട്ടിലെ കുടിവെള്ള പ്രശ്നം പോലും തീർക്കാൻ പറ്റാത്ത ഈ ഭരണകൂടം എന്ത് ഭരണമാണ് കാഴ്ചവെക്കുന്നത്? ഓരോ പൗരന്റെയും പുറകെ നടന്ന് വോട്ടും മേടിച്ച് ഭരണത്തിൽ കയറിയതിനു ശേഷം ഓരോ ആവശ്യവുമായി വരുന്ന പാവപ്പെട്ട ജനത്തെ വെറും കറിവേപ്പില പോലെ വലിച്ചെറിയുകയും ഒരു പരിചയഭാവം പോലും കാണിക്കാതെ അവർക്ക് അത്യാവശ്യമായ കുടിവെള്ളം പോലും കൊടുക്കാതെ കൊല്ലാക്കൊല ചെയ്യുന്ന ഈ ഭരണകൂടം, ഞാൻ ചോദിക്കുകയാണ്, ഒരു മഹാതോൽവിയല്ലേ? അരാജകത്വം അഴിഞ്ഞാടുകയല്ലേ? ഈ കുടിവെള്ള പ്രശ്നം ഞാനങ്ങ് കേന്ദ്രത്തിൽ ഒരു അവിശ്വാസ പ്രമേയമായി അവതരിപ്പിച്ച് ഈ മന്ത്രിസഭയെ വെള്ളം കുടിപ്പിച്ചെങ്കിലും അനിയന്റെ ദാഹം ഞാൻ തീർക്കുമെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ജനത്തെ സാക്ഷിയാക്കി ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. അപ്പൊ സഹോദര, അടുത്ത വോട്ട് എനിക്ക് തന്നെയല്ലേ? എനിക്ക് ദാഹിക്കുന്നു. ഹേയ്, ദാഹിക്കണോ? ഈ വഴി ഇശ്ശി ദൂരം അങ്ങോട്ട് പോയാൽ അവിടെ ഒരു കിണറുണ്ട്. അതിൽ നിറച്ച വെള്ളം. നിന്റെ ദാഹം തീരുവോളം കോരി കുടിക്ക. വെള്ളം പലതും കുടിച്ചു, അതിനൊന്നും എന്റെ ദാഹം തീർക്കാൻ കഴിയുന്നില്ല. ഹേയ്, അപ്പോ നീ ഈ ഭൂലോകത്തെ വെള്ളം മുഴുവൻ കുടിച്ചു വറ്റിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ? ഭരിക്കുന്നവർ അറിഞ്ഞാൽ ചുങ്കൻ ചുമത്തി നിന്നെ പിച്ച ചട്ടി അടുപ്പിക്കും. ഹേയ്, എന്താ പറയാ? ഞാൻ എന്നെ പിച്ചച്ചട്ടിയായവനാണ്. എന്നെ ഒരിക്കലും ചതിക്കാത്ത ദാഹം കൊണ്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കാരുമില്ല. ആർക്കും എന്നെ മനസ്സിലാകത്തില്ല. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോയി. പക്ഷേ ഈ ദാഹം മാത്രം എന്റെ കൂടെ വിടാതെ എന്നെ പിന്തുടരുന്നു. ഓ, എന്തൊരവസ്ഥയാണെന്ന്! എന്റെ ഈ ദാഹത്തിനൊരു ശമനമന്വേഷിച്ച് ഞാൻ ഈ ലോകം മുഴുവൻ അലഞ്ഞു. പക്ഷേ എനിക്കൊരാശ്വാസവും ലഭിക്കുന്നില്ല. മുടങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എന്റെ ശരീരം തളരും. ദാഹമേ, നിനക്ക് എന്താണ് വേണ്ടത്? നീ
എന്റെ ദാഹമകറ്റാനുള്ള ജലം ഈ ഭൂമിയിലേക്ക് ഞാൻ കണ്ടെത്തി. നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത്? എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. ദാഹമേ, നീ എന്തിനെന്നെങ്ങനെ പിന്തുടരുന്നു? എന്തിനെന്നെങ്ങനെ പിടിമുറക്കുന്നു? ഒന്ന് പോകൂ, എന്നെ വിട്ടൊന്ന് പോകൂ, എന്നെ വിട്ടൊന്ന് പോകൂ. എനിക്ക് ദാഹിക്കുന്നു. ആരെടാ അവിടെ? വല്ലാത്ത ദാഹം. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരുമോ? അവിടുന്ന് എന്റെ കയ്യിൽ നല്ല തളച്ച വെള്ളമുണ്ട്, നിന്റെ മുഖത്തേക്ക് ഞാൻ ഒഴിക്കും. എന്താ ചേച്ചി പ്രശ്നം? അല്ലെന്നേ, ദേ ഇവിടെ ഒരുത്തിന് ദാഹിക്കുന്നുവെന്ന്. അവന്റെ ഒരു ദാഹം. എന്നടാ നിനക്ക് ദാഹിക്കുന്നുണ്ടോ? അതെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഷായ്ച്ചാന്റെ വീട്ടിൽ നിന്ന് ബൈക്ക് മോഷണം പോയിരുന്നു. ഇവൻ ആ കൂട്ടത്തിൽ പെട്ടവനായിരിക്കുമോ? അല്ല, ഞാൻ കള്ളനല്ല. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരുമോ? എനിക്ക് ദാഹിക്കും. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരുമോ? കൊള്ളല്ലോടാ. എടാ നിനക്ക് ദാഹമുണ്ടോ? ഇല്ല. നിനക്കോ? ഏയ് എനിക്കില്ല. അപ്പോ നിനക്കോ? എനിക്കില്ലേ ഇല്ല. അപ്പൊ ഞങ്ങൾക്കാർക്കില്ല ദാഹം, നിനക്ക് എവിടുന്നാണ്? എവിടെന്നാടാ? എവിടുന്ന് 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 അത് പറയുന്നു, ഇത് പറയുന്നു, ദാഹമുണ്ടെന്ന് കള്ളം പറയുന്നു. അത് പറയുന്നു, ഇത് പറയുന്നു, ദാഹമുണ്ടെന്ന് കള്ളം പറയുന്നു. അത് പറയുന്നു, ഇത് പറയുന്നു, ദാഹമുണ്ടെന്ന് കള്ളം പറയുന്നു. അത് പറയുന്നു, ഇത് പറയുന്നു, ദാഹമുണ്ടെന്ന് നല്ലൊരു ഉരുപ്പടി. കൊള്ളാം. കിഡ്നിക്കും ലിവറിനും ഹാർട്ടിനും ഒക്കെ ആള് റെഡിയല്ലേ? പിന്നെ റെഡി. തലച്ചോറിനും കണ്ണിനും ഇത്തിരി ആവശ്യക്കാരുണ്ട്. അപ്പോൾ കൂട്ടരെ കൊല്ലണ്ടേ? പാടില്ല, ജീവനോടെ വേണം അവയവങ്ങൾ എടുക്കാൻ. അതെ, നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുത്. എല്ലാം ഫ്രഷായി വേണം സപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇന്ന് നേരം ഇരുട്ടതിനു ശേഷം ഇവരെ നമ്മൾ പോക്കും. നിർത്തൂ. ജീവനിൽ കുത്തിയുണ്ടെങ്കിൽ മാറി നിൽക്കണം. ജീവൻ എടുക്കാനല്ലേ നിങ്ങൾക്ക് കഴിയൂ? നൽകാൻ കഴിയുമോ? ഇവന് പകരം എന്നെ കൊണ്ടുപോയിക്കൊള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്റെ ശരീരത്തിലുമുണ്ട്. നീ ആരാണ്? നീ ആരാണെന്ന് ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ തന്നെ. ആരാണ് പറഞ്ഞത്? ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് സ്നേഹം തന്നെയായ വചനത്തിൽ നിന്നാണ്. അത് മനുഷ്യൻ പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും ഐക്യത്തിലുമെല്ലാം ജീവിക്കുവാനാണ്. എന്നാൽ ഇന്ന് ദൈവം സൃഷ്ടിച്ച ഭൂമി മനുഷ്യന്റെ സ്വാർത്ഥതയിൽ കുളിച്ച് ശാപഗ്രസ്തമായി മാറിയിരിക്കുന്നു. മനുഷ്യന്റെ സ്വാർത്ഥത അവനിൽ ദൈവം നിക്ഷേപിച്ച സ്നേഹത്തിന്റെ പ്രകാശത്തെ കെടുത്തിക്കളഞ്ഞിരിക്കുന്നു. അവന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വന്തം അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ കുഞ്ഞോ ആരെയും അവന് മനസ്സിലാകുന്നില്ല. ആരില്ലാതായാലും എനിക്ക് എന്റെ കാര്യം മാത്രം. ഞാനാണെല്ലാം. അല്ലേ? ഇവൻ എന്റെ പൊന്നുമോനാണ്.
ഇവനെ തൊട്ടാൽ നിങ്ങളെ ഞാൻ ഭസ്മമാക്കി കളയും. ഈ ഭൂമിയിൽ ഞാൻ കണ്ടെത്തിയ ഒരേ ഒരു മനുഷ്യൻ ഇവനാണ്, എന്റെ പൊന്നുമോൻ. എനിക്ക് വേണ്ടിയുള്ള ദാഹത്താൽ ഇവൻ എല്ലാം നഷ്ടപ്പെടുത്തി, എല്ലാം. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ നൽകിയ ജീവൻ നഷ്ടപ്പെടുത്താൻ ഇവൻ ശ്രമിച്ചില്ല. അവൻ ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരുന്നു, വചനം കാത്തു. മകനെ, ഈ ലോകത്ത് എന്റെ സങ്കടക്കടലുകൾക്കിടയിൽ നീ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചു. നീ ഇത്രയും കാലം തേടിക്കൊണ്ടിരുന്നത് ജീവജലത്തിന്റെ ഉറവയായ എന്നെ തന്നെയാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. കുത്തിമുറിവേൽപ്പിച്ചവനെ ഇന്ന് ലോകം നോക്കി നിൽക്കുന്നു. അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തവും ജലവും ഏറ്റുവാങ്ങി ദാഹം ശമിപ്പിക്കാൻ വെമ്പുന്നു. യേശുവിൻ്റെ മഹാസ്നേഹം നിരന്തരം വർഷിക്കുന്ന ദാഹശമനിയായ കുർബാനയിലൂടെ നാം അത് നിരന്തരം പാനം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു, നമ്മുടെ മനസ്സിൽ പ്രകാശം നിറയുന്നു. ജീവജലം സമൃദ്ധമായി നൽകുന്ന കൗദാശിക ജീവിതത്തിൽ നിന്നകന്ന് ലോകമോഹങ്ങളുടെ ലഹരികളടങ്ങുന്ന ഒട്ടക്കിണറുകളിൽ നിന്ന് കോരിക്കുടിക്കുന്ന ഒരു മകനോ മകളോ ആണോ ഞാൻ? വിനാശത്തിന്റെ നിലയില്ലാ കയങ്ങളിലേക്ക് നമ്മെ തള്ളിയിടുന്ന അന്ധകാരത്തെ നമുക്ക് ഉപേക്ഷിക്കാം. നമ്മിൽ പ്രകാശം നിറയ്ക്കുന്ന ജീവജലത്തിന്റെ ഉറവയിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാം.